പൂച്ച പോലെ കിടന്നുറങ്ങുക, സ്ലീപ്പ് ലൈക്ക് എ ബേബി, പോത്ത് പോലെ കിടന്നുറങ്ങുക. എന്തൊക്കെ ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ഉറക്കത്തിന് കൊടുക്കുന്നത്. നമുക്ക് ഉറക്കത്തിനെ കുറിച്ച് ഫിസിയോളജിക്കലി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ. ഓൾസോ നിങ്ങൾ ഏത് ടൈപ്പ് സ്ലീപ്പർ ആണെന്നും കൂടി ഈ വീഡിയോയിലൂടെ നോക്കാം. ജിം ബ്രാറ്റ്സും ഈ വീഡിയോ മിസ്സാക്കാതെ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. സ്ലീപ്പ് ഒരു കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്, പക്ഷെ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ സിമ്പിൾ ആക്കാൻ ഒന്ന് ശ്രമിക്കാം. സോ സ്ലീപ്പിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. NREM സ്ലീപ്പ് ആൻഡ് REM സ്ലീപ്പ്. NREM സ്ലീപ്പാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ഓഫ് സ്ലീപ്പ്. സോ അതിൽ തന്നെ 3 സ്റ്റേജ് ഉണ്ട്. N1 നമ്മളുടെ സ്ലീപ്പിൻ്റെ ഫുൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 5% മാത്രമേ ഉള്ളൂ. അതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പുറത്തെ ശബ്ദങ്ങളെല്ലാം നമ്മൾക്ക് കേൾക്കാം. ആ സെൻസറി ഔട്ട്പുട്ടിനെല്ലാം കട്ട് ഓഫ് ചെയ്ത് ഡീപ്പ് സ്ലീപ്പിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്ന സ്ലീപ്പാണ് N1. നൗ കമ്മിങ് ടു N2 സ്റ്റേജ് ഓഫ് യുവർ സ്ലീപ്പ് സൈക്കിൾ. ദാറ്റ് ഇസ് 50% ഓഫ് നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളും ഈ N2ലാണ്. അത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സൈക്കിളാണ്. ഈ സമയത്ത് നമ്മളുടെ ഹാർട്ട് റേറ്റ് കുറയുന്നു, ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യുന്നു. വി സോർട്ട് ഓഫ് സ്റ്റാർട്ട് ഡൂയിങ് കോഗ്നിറ്റീവ് ഫങ്ഷൻസ്. ബ്രെയിൻ ആക്ടിവേറ്റ് ആവുന്ന ടൈമാണ്. നമ്മൾ അന്ന് പഠിച്ച സ്കിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ജിമ്മിലാണെങ്കിൽ നമ്മൾ അന്ന് പഠിച്ച ഫോം, സ്കില്ലാണെങ്കിൽ നമ്മൾ പഠിച്ച ടെക്നീക്സ്, ഇതെല്ലാം റീറ്റെയിൻ ചെയ്യുന്ന ഒരു ടൈമാണ് ഈ സ്റ്റേബിൾ സ്ലീപ്പിലെ N2 സ്റ്റേജ്. നെക്സ്റ്റ് ഇസ് N3 സ്ലീപ്പ് വേവ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ആകെ 20 to 25% ഈ സ്ലീപ്പ് സമയം ഉള്ളൂ എങ്കിലും പോത്തുപോലെ കിടന്നുറങ്ങാന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് ഈ സമയത്താണ്. ആളെ എണീപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം ഈ സ്റ്റേജിലാണ് നമ്മളുടെ ശരീരത്തിലെ മേജർ ഫിസിക്കൽ റിസ്റ്റോറേഷൻ നടക്കുന്നത്. കോർട്ടിസോൾ ലെവൽസ് കുറയും, ഫാറ്റ് ബേണിംഗ് ഇൻക്രീസ് ആവും, മസിൽ ബൾക്കിംഗ് ഉണ്ടാവും. ഈ സമയത്ത് ഇൻഫ്ലമേഷൻ പോലും ഫിസിയോളജിക്കലി കുറയുന്നുണ്ട്. സോ ദിസ് ടൈം ഈവൻ ദോ വളരെ ഷോർട്ട് ആണെങ്കിലും ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ ബോഡി. അതുമാത്രമല്ല ഈ സ്റ്റേജിലാണ് കോർട്ടിസോൾ കുറയുന്നത്. അതുകൊണ്ട് ദിസ് സ്റ്റേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹൈ സ്ട്രെസ് ജോബിൽ വർക്ക് ചെയ്യുന്നവർ, ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവർ, ബോഡി ബിൽഡേഴ്സിനെല്ലാം. ഇതില്ലെങ്കിൽ ഓഫ് കോഴ്സ് അവരുടെ ബോഡിയിൽ ടെസ്റ്റോസ്റ്ററോൺ ഡ്രോപ്പ് ആവും, ഫെറ്റീഗ് വരാം ആൻഡ് പ്രോപ്പർ മസിൽ റിക്കവറി ഉണ്ടാവാൻ ചാൻസ് കുറയും. നെക്സ്റ്റ് കംസ് എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് സ്ലീപ്പ്, REM cycle. I'll tell you why. Because ഈ സൈക്കിളിലാണ് നമ്മളുടെ മെമ്മറി, ക്രിയേറ്റിവിറ്റി എല്ലാം ഇൻക്രീസ് ആവുന്നത്. ദിസ് സൈക്കിൾ ഇസ് ഓൾസോ ഓൺലി 20 to 25% ഇൻ മോസ്റ്റ് ഇൻഡിവിജ്വൽസ്. പക്ഷേ എപ്പിസോഡിക് ആയിരിക്കും. ഈ സൈക്കിളിൽ മേജർ മസിൽസ് എല്ലാം പാരലൈസ്ഡ് ആയിരിക്കും. ബിക്കോസ് നമ്മളുടെ ക്രിയേറ്റിവിറ്റി കാരണം നമ്മൾ ആക്ട് ഔട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫങ്ഷനും നടക്കുന്നുണ്ട് ശരീരത്തിൽ. പക്ഷേ വി നീഡ് ദി സ്ലീപ്പ് ടു ക്രിയേറ്റ് മെമ്മറി, ടു അണ്ടർസ്റ്റാൻഡ് അവർ ഇമോഷൻ and regulate it to make it better for us the next day. ഈ സൈക്കിളിന്റെ ലോങ്സ്റ്റ് എപ്പിസോഡ് പുലർച്ചെയാണ് നമ്മൾ കാണുക. അതുകൊണ്ട് നിങ്ങൾ പറയൂ, പുലർച്ചെ കാണുന്ന സ്വപ്നം ബലിക്കോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സ്ലീപ്പിന്റെ സ്റ്റേജസും അതിന്റെ ഇമ്പോർട്ടൻസും, അല്ലേ? നൗ ചില ആൾക്കാർ എല്ലാവരും യൂണീക്ലി ബ്ലെസ്ഡ് ആയിരിക്കും. ചിലരുടേത് ചില സൈക്കിൾസ് ലോങ്ങർ ആൻഡ് ചിലരുടേത് ഷോർട്ടർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ചില ആൾക്കാർ പറയാറില്ലേ, കണ്ണടച്ചാൽ ഇരുട്ടാ, പിന്നെ രാവിലെ ആവുന്നത് ഓർമ്മ വരാം. എന്നാൽ ഓൺ ദി അതർ സൈഡോ ഉറങ്ങി തുടങ്ങിയപ്പോൾ മുതൽ എണീക്കുന്നത് വരെ സ്വപ്നങ്ങളായിരുന്നു എന്ന്. ഈ 2 ടൈപ്പ് ഓഫ് സ്ലീപ്പ് ഇസ് ബിക്കോസ് ഓഫ് ദ സ്റ്റേജസ് ദാറ്റ് ദേ ഹാവ് ഡിഫറെന്റ് ഇൻ ദെയർ ഓൺ സൈക്കിൾ. സോ ഒരു ദിവസം മര്യാദക്ക് ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ, ഡിപ്പെൻഡിങ് ഓൺ വിച്ച് സ്റ്റേജ് യു ഗോട്ട് ആൻഡ് യു ഡിഡ്ന്റ് ഗെറ്റ്, നിങ്ങളുടെ പിറ്റേ ദിവസം കൊളാവാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഓൺ ദ സെയിം ഡേ യു മേ ഹാവ് ഇറിറ്റബിലിറ്റി, മൂഡ് സ്വിങ്സ് ആൻഡ് സംടൈംസ് ഇൻക്രീസ്ഡ് appetite because of the hormones like ghrelin and leptin dysfunctioning. And long term ആവുമ്പോഴേക്കും insulin resistance, hypertension and long-term diseases and anxiety and mental issues എല്ലാം സർഫസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് നേരത്തെ കിടന്ന് ഉറങ്ങാൻ പറയുന്നത്? നിങ്ങളുടെ ബ്രെയിനിന് ഇത്രയും സ്ലീപ്പ് സൈക്കിൾസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതുകൊണ്ടാണ്.